കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ വാഗണാറാണ്. അപ്പോൾ എല്ലാവരുടെയും ജനപ്രിയമായിട്ടുള്ള വാഹനമാണ് വാഗണാർ. പ്രത്യേകിച്ച് നമ്മൾ പഴയ മോഡൽ വാഗണാർ നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ഫേസ് ലിഫ്റ്റും അതേപോലെ മോഡൽ ചേഞ്ചൊക്കെ വന്നേക്കുന്ന വണ്ടിയും കൂടിയാണ് ഈ ഒരു വാഗണാർ വന്നേക്കണം. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2011 മോഡലാണ് വന്നേക്കണം. 11 മോഡലിൽ 10 ശേഷം നമുക്കൊരു മോഡൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന വണ്ടി കൂടിയാണ് ഈ ഒരു 2011 മോഡൽ വാഗണാർ. പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ് നിലവിൽ വാഹനം വന്നേക്കണം. കിലോമീറ്റേഴ്സ് എത്ര ഓടിയെന്ന് ഞാൻ വീഡിയോ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ അതിൻ്റെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ലൈഫ് ടാക്സ് വന്നേക്കുന്നത് 2026 ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻജിൻ CC 1000 CC വന്നേക്കുന്നത്. രജിസ്ട്രേഷൻ വാലിഡിറ്റി 2026 വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ നിലവിൽ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, പെട്രോൾ ഓപ്ഷൻ എന്നൊക്കെ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമുക്ക് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് പോകുന്നതാണ്. വാഹനം കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വാഗൺ ആർ. അപ്പോൾ വാഗൺ ആർ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കേണ്ട വാഗൺ ആർ ഈ ഷേപ്പ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈ ഷേപ്പ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിറക്കുന്ന ഷേപ്പും കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ പഴയ വാഗൺ ആറൊക്കെ നോക്കുമ്പോൾ ഇതിന് മുമ്പ് ശരിക്കും 2 മോഡൽ ചേഞ്ച് വന്നിട്ടുണ്ടായി. അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് വാഗൺ ആർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് വന്നപ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഇതിന് നല്ല എൻക്വയറി ഉള്ളൊരു വണ്ടി കൂടിയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ VXA ഓപ്ഷനിൽ വന്നതാണ്. VXA ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് വണ്ടിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും. റിയറിൽ ഇത് സ്പോയിലേഴ്സ്, അതേപോലെ തന്നെ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡ് പോർഷനൊക്കെ നോക്കിയാലും ഈ ഒരു കളർ ഒരുപാട് വാഗണാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് റോഡിൽ ഒരുപാട് കാണാൻ പറ്റാവുന്ന ഒരു കളറും കൂടിയാണ് ഈ ഒരു വാഗണാർ. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിലേക്കും സൈഡ് പോർഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. വണ്ടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഇപ്പോൾ ഒരു ഓൾട്ടോയോ അല്ലെങ്കിൽ 800 ഒക്കെ എടുക്കുന്ന ആൾക്കാർ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഗൺ ആർ. ഇപ്പോൾ നമ്മളിവിടെ സൈഡ് പോർഷനും അതേപോലെ തന്നെ വീൽ ആർച്ചൊക്കെ നോക്കിയേക്കാം. സൈഡ് പോർഷനൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. പിന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരണമെങ്കിൽ ഇവിടെ ബോണറ്റും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബമ്പേഴ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഗ്രില്ലും നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് നോക്കാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ഡോറായാലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ട് ഇരിക്കുന്ന വീലാർച്ച് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പായാലും നീറ്റായിട്ടിരിക്കുന്നു. സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ക്ലാരിറ്റി തന്നെ ഇരിക്കുന്ന ഒരു സൈഡ് പോർഷൻ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ മുകളിലൊരു സ്പോയിലർ വരുന്നുണ്ട്. ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. റിയറിൽ നമുക്ക് വൈപ്പർ വരുന്നുണ്ട്. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ ബമ്പേഴ്സിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. VXAയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. 2 ഡോറിലേക്ക് വരുമ്പോൾ 2 ഡോറിലും ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ പവർ വിൻഡോസും ORVM കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ്സ് ഇത് കമ്പനി ഒറിജിനൽ സീറ്റ്സാണ് കിടക്കണം. കേട്ടോ, നല്ല സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ സീറ്റ് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്കൊരു AC കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ മിഡിൽ നോക്കുമ്പോൾ കേട്ടോ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആയാലും ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് കീ വന്നേക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കിയേക്കാം. 79,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണേ. പിന്നെ നമുക്ക് എന്താ കാണിക്കാനുള്ള സീറ്റ്സ് ക്ലോസ് ലുക്ക് നോക്കാം. കേട്ടോ, സീറ്റ്സ് നല്ല ഫാബ്രിക്കാണ്. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, റൂഫായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലൂഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഒന്ന് എക്സിറ്റ് അടിക്കാം. അപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കാം. ORVM കൺട്രോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഡോറിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ബാക്കിലേക്ക് സീറ്റിലേക്ക് വരുമ്പോൾ 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ആംറെസ്റ്റ് അതേപോലെ തന്നെ നല്ല ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആംറെസ്റ്റ് വരുന്നില്ല വണ്ടിക്ക്. സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് അങ്ങനെ. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് മൊത്തത്തിൽ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിവർ മാറ്റുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. എഞ്ചിൻ റൂം നോക്കുമ്പോൾ വളരെ നീറ്റായിട്ട് നീങ്ങുന്ന എഞ്ചിനാണത്. ഒരു രീതിയിലുള്ളൊരു പഴമയോ അല്ലെങ്കിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എഡ്ജസൊക്കെ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്.
പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അതേപറ്റി തന്നെ ഇരിക്കുന്ന പേസ്റ്റിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും അത് നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും ലിഡിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. പാസഞ്ചർ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബെൻഡ് നമുക്ക് പാസഞ്ചറിൽ കിട്ടുന്നുണ്ട്. പിന്നെ ലഗേജ് സ്പേസൊക്കെ നോക്കാം. കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ എഡ്ജസൊക്കെ നോക്കിയേക്കാം. എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ലിഡിൻ്റെയും കൂടി അഡ്ജസ്റ്റ് നോക്കിയേക്കാം. ലിഡായാലും നല്ല വൃത്തിയിൽ വരുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് നമുക്ക് റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ ഫുള്ള് കാണിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ 2011 മോഡൽ വന്നേക്കണം അന്നത്തെ ന്യൂ ഷേപ്പിൽ വന്നേക്കുന്ന വാഹനമാണ് ഈ ഒരു വാഗണാർ. പെട്രോൾ ഓപ്ഷൻ വന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കണം. നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.25 ലക്ഷം രൂപയാണ്. 2.75 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.